Hi all, welcome to One's Coaching. Today we are going to discuss the subject Engineering Ethics and Sustainable Development. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ Engineering Ethics and Sustainable Development എന്ന ക്ലാസ്സിലെ നമ്മൾ മാനേജിങ് കോൺഫ്ലിക്റ്റ് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്കറിയാം എന്താണ് കോൺഫ്ലിക്റ്റ്. കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു ടേം ആണ് കോൺഫ്ലിക്റ്റ്. സോ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സോ എന്തെങ്കിലും പ്രോബ്ലംസോ അതിനെയൊക്കെയാണ് നമ്മൾ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഇനി എപ്പോഴാണ് നമുക്ക് കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നത്? അതായത് നമ്മളിപ്പോൾ എവിടെയെങ്കിലും സ്ഥാപനത്തിൽ വർക്ക് ചെയ്യോ, ഏതെങ്കിലും ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സുമായിട്ട്, അങ്ങനെ ഏത് സിറ്റുവേഷനിലും കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ എങ്ങനെയാണ് ഈ കോൺഫ്ലിക്റ്റ് മാനേജ് ചെയ്യുക, അതിന്റെ ടെക്നിക്സ് എന്തൊക്കെയാണ്, അതിന്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മൾ കോൺഫ്ലിക്റ്റ് മാനേജ് ചെയ്യുന്നതെന്ന്. Okay, so conflict management refers to the way you handle disagreements. അപ്പം ഡിസഗ്രിമെന്റ്സ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു വേ ആയിട്ടാണ് നമ്മൾ കോൺഫ്ലിക്റ്റിനെ പറയുന്നത്. So on any given day you may have to deal with a dispute between you and another individual. അപ്പൊ ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? തർക്കം അല്ലെ. നമ്മൾ ഫാമിലി മെമ്പേഴ്സുമായിട്ട് ഡിസ്പ്യൂട്ട് ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ കൊളീഗ്സുമായിട്ട് ഡിസ്പ്യൂട്ട് ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു എംപ്ലോയി ആയിട്ട് ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുവാണ്, അവിടെ നമ്മളെ എംപ്ലോയറുമായിട്ടൊരു ഡിസ്പ്യൂട്ട് ഉണ്ടാവാം. അങ്ങനെ നമുക്ക് ഏത് സിറ്റുവേഷനിലും നമുക്ക് എന്തുണ്ടാവാം? ഡിസ്പ്യൂട്ട് ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. Although there are many reasons people disagree, many conflicts revolve around. അപ്പൊ നമുക്ക് ഇതുപോലെയുള്ള ഈ കുറെ കേസുകളിൽ നമുക്ക് ഡിസ്പ്യൂട്ട് ഉണ്ടാവാനുള്ള പല പല കാരണങ്ങളാണ്. അപ്പൊ ഏതൊക്കെയാണ്? ഒന്ന് പേഴ്സണൽ വാല്യൂസ്, റിയൽ ഓർ പെർസീവ്ഡ്. ചില ആൾക്കാർ നമ്മൾ വളരെയധികം റിയൽ ആണെന്ന് വിചാരിക്കും, പക്ഷെ നമ്മൾ അത് എന്ത് ചെയ്യും? അയാൾ ഫേക്ക് ചെയ്യുവാണെങ്കിൽ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള ഇഷ്യൂ ഉണ്ട്. നമ്മൾ അയാളെ ഭയങ്കര റിയൽ ആണെന്ന് വിചാരിച്ചു, പക്ഷെ അയാൾ നമ്മളെ ഫേക്ക് ചെയ്യുന്നു. അങ്ങനെ അതാവുമ്പോൾ എന്താണ്? അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇനി സെക്കൻഡ് കണ്ടീഷൻ നോക്കിക്കേ, പെർസെപ്ഷൻസ്, ഇമാജിനേഷൻസ്. അതായത് നമ്മളിപ്പോൾ അയാൾ ഇത്ര കാലിബർ ഉള്ള ആളാണ്, ഇത്ര എബിലിറ്റി ഉള്ള ആളാണെന്ന് വിചാരിച്ചു, പക്ഷെ അത്ര ഏബിൾ ആയിട്ടല്ല, അത്ര കാലിബറിലല്ല അയാൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഇമാജിനേഷൻസ് അനുസരിച്ചല്ല അയാൾ പ്രവർത്തിക്കുന്നതെങ്കിൽ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സോ അപ്പോൾ അവിടെയും കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്തത് കോൺഫ്ലിക്റ്റിംഗ് ഗോൾസ്. ഇപ്പൊ ചില ആൾക്കാര് ഇപ്പൊ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുവാണ്, അവിടെ ഒരു കോമൺ ഗോൾ ഉണ്ട്, പക്ഷെ ആ ഗോൾ മീറ്റ് ചെയ്തില്ലെങ്കിൽ അവിടെയും എന്ത് സംഭവിക്കും? അവിടെ ഒരു പ്രശ്നം ഉണ്ടാവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പൊ ആ ഗോള് സെറ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ ആ ഗോൾ അച്ചീവ് ചെയ്തില്ലെങ്കിലും അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അടുത്തത് പവർ ഡൈനാമിക്സ്. അതായത് ഇപ്പൊ ഒരു കമ്പനിയിൽ എല്ലാവരും ഒരേ എബിലിറ്റീസ് ഉള്ള ആൾക്കാരല്ല, ഒരേ സ്കിൽസ് ഉള്ള ആൾക്കാരല്ല. പക്ഷെ അവിടെ എന്ത് പറ്റും? ഈ സ്കില്ലുകൾ, അതായത് ചില ആൾക്കാർ നല്ല സ്കില്ലുള്ള ആൾക്കാരാകുമ്പോൾ അവർ പെട്ടെന്ന് തന്നെ ആക്ടിവിറ്റീസ് ഒക്കെ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യും. ചില സ്കില്ല് കുറഞ്ഞ ആൾക്കാർ അവർ കുറച്ചുകൂടെ ടൈം എടുത്തിട്ടായിരിക്കും അത് കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ അങ്ങനെ വരുമ്പം അങ്ങനത്തെ ആ ഒരു ഡിഫറൻസ് എന്ത് ചെയ്യും? അത് ചിലപ്പോൾ ഒരു കോൺഫ്ലിക്റ്റിലേക്ക് ചെല്ലാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. ഇനി അടുത്ത പോയിന്റ് നോക്കിക്കേ, കമ്മ്യൂണിക്കേഷൻ സ്റ്റൈല്. എന്താണ് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈല്? കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ എന്താണ്? പല ആൾക്കാരും പല രീതിയിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ചിലർ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡ് ആണ്, ചിലരെങ്ങനെയാണ്? ഭയങ്കര പെട്ടെന്ന് നല്ല രീതിയിൽ ബാക്കിയുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ചില കാര്യങ്ങൾ പ്രശ്നങ്ങളൊക്കെ വന്നാലും അത് അവോയ്ഡ് ചെയ്ത് കളയും. ചിലരത് കോംപ്രമൈസ് ചെയ്യും. അപ്പം ഡിഫറെന്റ് വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽസ് ആണ് ഓരോരുത്തർക്കും ഉള്ളത്. അപ്പം ഈ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽസിനനുസരിച്ച് എന്ത് സംഭവിക്കാം? ഇതുപോലെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഡിസ്പ്യൂട്ട്സ് ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാനുമുള്ള ചാൻസ് കൂടുതലാണ്. ഇനി അടുത്ത് നോക്കാം, Managing conflict in an ethical framework involve navigating disagreement while upholding principles of fairness, respect and integrity. അപ്പൊ നമ്മൾ ഈ ഡിസഗ്രിമെന്റ്സ് ഉണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എത്തിക്കലായിട്ട് വേണം അതിനെ ഡീൽ ചെയ്യാനായിട്ട്. ഓക്കെ, നമ്മൾ എത്തിക്കലായിട്ട് വേണം എന്തിനെ ഡീൽ ചെയ്യാനായിട്ട്? ഇതുപോലുള്ള പ്രോബ്ലംസ് ഉണ്ടായാലും നമ്മൾ എത്തിക്കലായിട്ട് വേണം അതിനെ ഡീൽ ചെയ്യാൻ. സോ നമ്മൾ എന്ത് ചെയ്യും? അപ്ഹോൾഡിങ് പ്രിൻസിപ്പിൾസ്. അപ്പൊ എത്തിക്കലായിട്ട് ഡീൽ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ കുറച്ച് അതായത് നമ്മളുടെ കീ വാല്യൂസ് ഉണ്ടല്ലോ നമുക്ക്, അതായത് ഫെയർനെസ്, ഹോണസ്റ്റി, അതുപോലെ തന്നെ ഇന്റഗ്രിറ്റി. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? എന്ത് പ്രശ്നം വന്നാലും നമ്മളത് കാത്തു സൂക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മൾ ഒബ്ലിഗേഷൻ ഉണ്ട്, നമുക്ക് അതിന് ഒരു ബാധ്യതയുണ്ട് അല്ലേ? നമ്മൾ എന്ത് പ്രശ്നം വന്നാലും
അതിനെ ആ ഒരു ഒബ്ലിഗേറ്ററി മാനറിൽ നല്ല ഒരു രീതിയിൽ അത് നമ്മൾ റെസ്പെക്റ്റോടെ പരസ്പരം റെസ്പെക്ട് ഫോർ അതേഴ്സ്, നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞായിരുന്നു എങ്ങനെയാണ് ഹൗ ടു റെസ്പെക്ട് അതേഴ്സ് എന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പൊ റെസ്പെക്റ്റോടെ ഇന്റഗ്രിറ്റി ആ കറക്റ്റ് വേയിൽ എങ്ങനെയാണ് നമ്മൾ ഇത് അഡ്രസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. So, this include understanding the nature of conflict, employing appropriate conflict resolution strategy. അപ്പൊ ആദ്യത്തെ എന്താണ്? ആദ്യം നമ്മൾ നേച്ചർ ഓഫ് കോൺഫ്ലിക്റ്റ്, എന്ത് തരത്തിലുള്ള കോൺഫ്ലിക്റ്റ് ആണ് അവിടെ സംഭവിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ നേച്ചർ എങ്ങനെയാന്ന് മനസ്സിലാക്കണം. ഇനി അടുത്തത് എന്താണ്? എംപ്ലോയിങ് അപ്രോപ്രിയേറ്റ് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ സ്ട്രാറ്റജീസ്. ആ കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്യാനുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഏതൊക്കെ സ്ട്രാറ്റജി? അതായത് ഇപ്പൊ നമുക്ക് പലതരത്തിലുള്ള ഡിസ്പ്യൂട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ എന്തൊക്കെയാണ്? ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡിസ്പ്യൂട്ടിനെ എങ്ങനെയാണ് പറയുന്നത്? നമുക്കിപ്പം ഒരു ഗ്രൂപ്പും ഒരു പീപ്പിളുമായിട്ട്, അതായത് ഒരു ഇൻഡിവിജ്വലും ഒരു ഗ്രൂപ്പുമായിട്ട് ഡിസ്പ്യൂട്ട് ഉണ്ടാവാം. ഫാമിലി മെമ്പേഴ്സുമായിട്ട് ഡിസ്പ്യൂട്ട് ഉണ്ടാവും. ഒരു എംപ്ലോയറും ബാക്കി കുറെ എംപ്ലോയീസുമായിട്ട് ഡിസ്പ്യൂട്ട് ഉണ്ടാവും. ഇങ്ങനെ പലതരത്തിൽ നമുക്ക് എന്തുണ്ടാവും? ഡിസ്പ്യൂട്ട്സ് ഉണ്ടാവും. അപ്പം നമ്മൾ ഈ വീട്ടിൽ ഉപയോഗിക്കുന്ന സെയിം സ്ട്രാറ്റജി അല്ല നമ്മൾ ഒരു ഓഫീസിൽ യൂസ് ചെയ്യുന്നത്. ആ ഓഫീസിൽ യൂസ് ചെയ്യുന്ന സെയിം സ്ട്രാറ്റജി അല്ല നമ്മൾ പബ്ലിക്കിൽ യൂസ് ചെയ്യുന്നത്. അപ്പം ഓരോരുത്തടുത്തും ഇതുപോലെ സ്ട്രാറ്റജീസ് ഡിഫറെന്റ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ട്, അതായത് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ അതിന്റെ റെസൊല്യൂഷൻ അല്ലെങ്കിൽ ആ കോൺഫ്ലിക്റ്റ് എങ്ങനെ മാനേജ് ചെയ്യാം, റിസോൾവ് ചെയ്യാന്നുള്ള സ്ട്രാറ്റജി കണ്ടുപിടിക്കണം. ആൻഡ് എൻഷുറിങ് എത്തിക്കൽ കൺസിഡറേഷൻ. ഇനി എല്ലാത്തിലും നമ്മൾ ആ ഒരു എത്തിക്കൽ രീതിയിലുള്ള ആ ഒരു എത്തിക്കൽ കൺസിഡറേഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ആ ഒരു എത്തിക്കൽ രീതിയിലുള്ള അല്ലെങ്കിൽ എത്തിക്കൽ സ്ട്രാറ്റജി നമ്മൾ എല്ലായിടത്തും മെയിൻറ്റെയിൻ ചെയ്യണം. So, are the forefront of any intervention, effective conflict management aims to resolve disagreement, constructively fostering positive outcome for all involved and promoting a healthy environment. അപ്പൊ നമുക്ക് എന്താണ്? ആ ഡിസഗ്രിമെന്റ് നമുക്ക് ഒരു പോസിറ്റീവ് ഔട്ട്കം ആയിട്ട് മാറ്റി ഒരു ഹെൽത്തി എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഏതിൽ സാധിക്കും? ഇതുപോലെ നമ്മൾ ഈ കറക്റ്റ് ആയിട്ടുള്ള എത്തിക്കൽ കൺസിഡറേഷൻ വെച്ചിട്ടാണ് അല്ലെങ്കിൽ എത്തിക്കൽ രീതിയിലാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു ഹെൽത്തി എൻവയോൺമെന്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അതിനകത്ത് ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്താണ്? അണ്ടർസ്റ്റാൻഡിങ് കോൺഫ്ലിക്ട്. നമ്മൾ കോൺഫ്ലിക്റ്റ് മനസ്സിലാക്കുക. ഇനി എങ്ങനെയാണ് നമ്മൾ കോൺഫ്ലിക്റ്റ് മനസ്സിലാക്കുന്നത് എന്നാണ് ഈ താഴെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ്, ടൈപ്സ് ഓഫ് കോൺഫ്ലിക്റ്റ്. ആ കോൺഫ്ലിക്റ്റ് എന്ത് തരത്തിലുള്ളതാണ്? Conflict can arise from various sources including interpersonal disagreement, individual versus group dynamics, interdepartmental dispute or even value or task related issues. അതായത് ഇന്റർപേഴ്സണൽ ഡിസഗ്രിമെന്റ്, രണ്ട് പേഴ്സൺ തമ്മിലുള്ള ഡിസഗ്രിമെന്റ്സ്, അല്ലെങ്കിൽ ഇൻഡിവിജ്വലും ആ ഗ്രൂപ്പിലുള്ള ആൾക്കാരും തമ്മിലുള്ള ഡിസഗ്രിമെന്റ്സ് ആവാം. ചിലപ്പോൾ ഇന്റർ ഡിപ്പാർട്ട്മെന്റ്, രണ്ട് ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള ഡിസഗ്രിമെന്റ് ആവാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടാസ്ക് റിലേറ്റഡ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടാസ്കിനെ സംബന്ധിച്ചുള്ള ഡിസഗ്രിമെന്റ്സും ആവാം. അപ്പൊ ഈ ഡിസഗ്രിമെന്റ്സ് എന്ത് രീതിയിൽ വേണമെങ്കിലും ആവാം. അതാണ് പറഞ്ഞിരിക്കുന്നത് ടൈപ്പ് ഓഫ് കോൺഫ്ലിക്റ്റ്. ആ കോൺഫ്ലിക്റ്റ് ഏത് ടൈപ്പാന്ന് മനസ്സിലാക്കുക. അടുത്തത് ഏതാണ്? കോൺഫ്ലിക്റ്റ് സ്റ്റൈൽസ്. ഏത് സ്റ്റൈലാണ് ഇതിനകത്തുള്ളത്? ഇൻഡിവിജ്വൽ അപ്രോച്ച് കോൺഫ്ലിക്റ്റ് വിത്ത് ഡിഫറെന്റ് സ്റ്റൈൽസ് സച്ച് ആസ് കോമ്പീറ്റിംഗ്, കൊളാബറേറ്റിംഗ്, കോംപ്രമൈസിംഗ്, അവോയ്ഡിങ് ഓർ അക്കോമഡേറ്റിംഗ്. അതായത് കോമ്പീറ്റിംഗ് ആണോ, അതായത് നമ്മൾ എതിർത്ത് നിൽക്കണോ? ഇപ്പൊ ഒരു കോൺഫ്ലിക്റ്റ് നടക്കുവാണ്, എന്റെ ഭാഗം ജയിക്കാൻ വേണ്ടി ഞാൻ എതിർത്ത് കോമ്പീറ്റ് ചെയ്ത് നിൽക്കണോ? അല്ലെങ്കിൽ കൊളാബറേറ്റ് ചെയ്ത് അതുമായിട്ട് ഇൻകൊളാബറേറ്റ് ചെയ്യണോ? അല്ലെങ്കിൽ കോംപ്രമൈസ് ചെയ്യണോ, ഞാൻ അയാൾക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്യണോ? അല്ലെങ്കിൽ അതിനെ തന്നെ നെഗ്ലക്ട് ചെയ്യുക, ആ കോൺഫ്ലിക്റ്റിനെ നെഗ്ലക്ട് ചെയ്ത് കളയുക, അല്ലെങ്കിൽ അതിനെ അക്കോമഡേറ്റ് ചെയ്യുക. അപ്പൊ വേറൊരാൾ പറഞ്ഞ ഒപ്പീനിയനുമായിട്ട് ഞാൻ അതിനെ അക്കോമഡേറ്റ് ചെയ്ത് അയാളുടെ ഒപ്പീനിയനും അക്കോമഡേറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പം ഇതുപോലുള്ള കോൺഫ്ലിക്റ്റ് സ്റ്റൈൽസ് ആണുള്ളത്. ഏതൊക്കെയാണ്? കോമ്പീറ്റിംഗ്, കൊളാബറേറ്റിംഗ്, കോംപ്രമൈസിങ്, അവോയ്ഡിങ് ആൻഡ് അക്കോമഡേറ്റിംഗ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഡിഫറെന്റ് സ്റ്റൈൽസ്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോൾ ഏതൊക്കെയാണ് ഡിഫറെന്റ് സ്റ്റൈൽസ് എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ ഏതൊക്കെയാണ്? കോമ്പീറ്റിംഗ്, കൊളാബറേറ്റിംഗ്, കോംപ്രമൈസിംഗ്, അവോയ്ഡിംഗ് ആൻഡ് അക്കോമഡേറ്റിംഗ്. ഇനി അടുത്തത് എത്തിക്കൽ ഡിലമാസ്. ഡിലമ മീൻസ് എന്താണ്? ഒരു കൺഫ്യൂഷൻ. കൺഫ്യൂഷൻ ആണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിലമ എന്ന് പറയുന്നത്.
Ethical dilemma in conflict involves situation where there are competing values or principles requiring careful consideration of potential sequence. അതായത് നമ്മൾ എത്തിക്കൽ ഡിലമ, അതായത് നമ്മൾ പ്രിൻസിപ്പിൾസും നമ്മൾ കറക്റ്റ് ആയിട്ടാണോ ഫോളോ ചെയ്യുന്നത്, നമ്മൾ കെയർഫുൾ ആയിട്ടാണോ എത്തിക്കലി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, നമ്മൾ എത്തിക്ക് അനുസരിച്ചാണോ നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്നെല്ലാം നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, ഈ കോൺഫ്ലിക്റ്റ് എങ്ങനെയാണെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ്. ഇനി അടുത്തത് കീ ആസ്പെക്ട്സ് ഓഫ് കോൺഫ്ലിക്ട് മാനേജ്മെന്റ് ഇൻ എത്തിക്സ്. അപ്പം എന്തൊക്കെയാണ് അതിന്റെ കീ ആസ്പെക്ട്സ് നോക്കാം. അണ്ടർസ്റ്റാൻഡിങ് ദ നേച്ചർ ഓഫ് കോൺഫ്ലിക്ട്, ആ കോൺഫ്ലിക്റ്റിന്റെ നേച്ചർ എന്താണെന്ന് മനസ്സിലാക്കുക. Recognizing that conflict is a normal part of human interaction and can arise from various sources including difference in values, goals or perceptions. അതായത് ഹ്യൂമൻ ഇന്ററാക്ഷന്റെ ഇടയിൽ ഇത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവിടെ എന്താണ് സംഭവിക്കുന്നത്, വളരെ നാച്ചുറൽ ആയിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടാവാം. അത് നമ്മൾ എത്തിക്കലായിട്ട് നമ്മൾ വളരെ കാര്യമായിട്ട് തന്നെ സോൾവ് ചെയ്യണം. ഇനി അത് എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാവുന്നത്, കാരണം ഓരോ ആൾക്കാരുടെയും വാല്യൂസും ഗോൾസും പെർസെപ്ഷൻസും എല്ലാം എന്താണ്, ഡിഫറെന്റ് ആണ് അല്ലെ. ഇനി അടുത്തത് ഐഡന്റിഫൈയിങ് ദ റൂട്ട് കോസ്, അതിന്റെ കാര്യം മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് ഇതുപോലെയുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നത് എന്നുള്ള കാരണം അനലൈസ് ചെയ്യുക. Determining the underlying reason for conflict is crucial for effective resolution. This may involve exploring the perspectives of all parties involved and understanding their underlying needs and concerns. അതായത് നമ്മൾ എന്ത് ചെയ്യുക, ആ കോൺഫ്ലിക്റ്റിന്റെ എഫക്റ്റീവ് ഒരു റെസൊല്യൂഷൻ കണ്ടുപിടിക്കുക, ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ അതിന്റെ റീസൺ കണ്ടുപിടിക്കുക. ദിസ് മേ ഇൻവോൾവ് എക്സ്പ്ലോറിംഗ് ദ പെർസ്പെക്റ്റീവ് ഓഫ് ഓൾ പാർട്ടീസ്, അതായത് എല്ലാവരും അതിനകത്ത് എത്ര പേര് ഇൻവോൾവ് ആവുന്നോ അവരുടെ ഒക്കെ ഒപ്പീനിയൻ മനസ്സിലാക്കി അതിന് പറ്റിയ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക. അടുത്തത് പ്രൊമോട്ടിംഗ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ. Creating safe and supportive environment for open dialogue is essential. This includes active listening, respectful communication and encouraging all parties to share their perspectives without judgment. അതായത് അവരുടെ എല്ലാം സേഫ് ആയിട്ടുള്ളൊരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക. പിന്നെ അവരുടെ എല്ലാം ജഡ്ജ്മെന്റ് ഇല്ലാതെ അവരുടെ എല്ലാം ഒപ്പീനിയൻ നമ്മൾ കേൾക്കുക. അതുപോലെ തന്നെ ആക്റ്റീവ് ലിസണിങ്, നമ്മൾ എന്താണ് നല്ലപോലെ ലിസൺ ചെയ്യുക. ഓരോരുത്തർക്ക് പറയാനുള്ള പോയിന്റ്സും നമ്മൾ എന്ത് ചെയ്യുക, ലിസൺ ചെയ്യുക. ഇനി റെസ്പെക്ട്ഫുൾ കമ്മ്യൂണിക്കേഷൻ, കറക്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കുക. ഇതൊക്കെയാണ് ഓപ്പൺ കമ്മ്യൂണിക്കേഷനകത്ത് വരുന്നത്. അടുത്തത് അപ്ലൈയിങ് എത്തിക്കൽ പ്രിൻസിപ്പിൾസ്. Ensuring that conflict management strategies are aligned with ethical principles such as fairness, honesty and respect. നമ്മൾ ഏത് കാര്യം എടുത്താലും അല്ലെങ്കിൽ ക്ലയൻസിനോടാണെങ്കിലും എന്ത് ഡിസിഷൻ എടുത്താലും നമ്മൾ എത്തിക്കൽ വാല്യൂസ് ഫോളോ ചെയ്യുക എന്നേ പറഞ്ഞു. അപ്പം അതിനകത്ത് ഫെയർനെസ് വരും, ഹോണസ്റ്റി വരും, ഇതെല്ലാം കാര്യങ്ങളും അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഇനി അടുത്തത് ഡെവലപ്പിംഗ് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ സ്കിൽസ്. നമ്മൾ എന്ത് ചെയ്യുക, ഈ കോൺഫ്ലിക്റ്റ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ റെസൊല്യൂഷൻ സ്കിൽസ് മെയിൻറ്റെയിൻ ചെയ്യുക. എന്തൊക്കെയാണ്? This include learning techniques for negotiation, meditation, compromise. അപ്പം ആദ്യം നെഗോഷിയേറ്റ് ചെയ്യുക. ഇപ്പൊ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളാണെങ്കിൽ കുറച്ച് വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവുക, അതാണ് നെഗോഷിയേഷൻ. അടുത്തത് എന്താണ്? മെഡിറ്റേഷൻ. അപ്പം എന്താണ് മീഡിയേഷൻ? അതായത് നമ്മൾ എന്തെങ്കിലും ഒരു ഞാനും വേറൊരാളും തമ്മിൽ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ഇടയിൽ വേറൊരാളെ മീഡിയേറ്റർ ആയിട്ട് കൊണ്ടുവരിക, എന്നിട്ട് രണ്ടുപേരുടെയും ഇടയിലുള്ള തർക്കം പരിഹരിക്കാം. അടുത്തത് കോംപ്രമൈസ് ചെയ്യുക. അതായത് ഒരാളിപ്പോ ഒരു പ്രോബ്ലം ഉണ്ട്, മറ്റേ ആളത് കോംപ്രമൈസ് ചെയ്യുക, അപ്പൊ കുറച്ചുകൂടെ പ്രശ്നം അവിടെ തീരും. ആൻഡ് എബിലിറ്റി ടു മാനേജ് ഇമോഷൻസ് എഫക്റ്റീവ്ലി. പിന്നെ ചിലർ ഭയങ്കര ഓവർ റിയാക്ട് ചെയ്യും, ഭയങ്കര ഷോർട്ട് ടെമ്പേർഡ് ആയിരിക്കും. അങ്ങനെ ഓവർ റിയാക്ട് ചെയ്യാതെ കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് മനസ്സിലാക്കി ഇമോഷൻസ് ഒക്കെ എഫക്റ്റീവായിട്ട് എന്ത് ചെയ്യുക, മാനേജ് ചെയ്യുക. അടുത്തത് ചൂസിങ് അപ്രോപ്രിയേറ്റ് സ്ട്രാറ്റജീസ്. സെലക്ടിങ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് കോൺഫ്ലിക്ട് മാനേജ്മെന്റ് സ്റ്റൈൽ ബേസ്ഡ് ഓൺ സ്പെസിഫിക് സിറ്റുവേഷൻ. ഓരോ സിറ്റുവേഷൻ അനുസരിച്ചും നമ്മളുടെ ഏത് തരമാണ് നമ്മൾ സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞു കൊളാബറേറ്റിംഗ് ഉണ്ട്, കോംപ്രമൈസിങ്, അക്കോമഡേറ്റിംഗ്, അവോയ്ഡിങ്, കോമ്പീറ്റിംഗ്, ഇങ്ങനെ കുറെ സ്ട്രാറ്റജീസ് ഉണ്ടെന്ന് നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞു. അപ്പം അതിൽ ഏത് സ്ട്രാറ്റജീസ് ആണ് ആ സിറ്റുവേഷന് ഉപയോഗിക്കാൻ പറ്റുന്ന അനുയോജ്യമായിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. അടുത്തത് ഫോസ്റ്ററിങ് എ പോസിറ്റീവ് വർക്ക് എൻവയോൺമെന്റ്. നമ്മൾ കുറച്ച് നല്ല ഒരു പ്രൊഡക്റ്റീവ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മളൊരു നല്ല വർക്ക് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാം. എങ്ങനെയാണ് വർക്ക് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്? നമ്മൾ എപ്പോഴും എത്തിക്കൽ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുക. നമ്മളുടെ ആ ഒരു സെൽഫ് ആയിട്ടുള്ള ഒരു പൊസിഷൻ നോക്കാതെ നമ്മൾ എല്ലാവരും ഒരേപോലെയാണ്, എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള റൈറ്റ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കി നമ്മൾ കുറച്ച് വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു ഹാർമോണിയസ് ഒരു പ്രൊഡക്റ്റീവ് വർക്ക് പ്ലേസ് ഉണ്ടാവാനായിട്ട് സാധിക്കും. അടുത്തത് ലേണിംഗ് ഫ്രം കോൺഫ്ലിക്റ്റ്. ഓരോ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നതും മനസ്സിലാക്കുക, ലേൺ ചെയ്യുക അല്ലെ. അതെന്താണ്?
റെക്കഗ്നൈസിങ് ദ കോൺഫ്ലിക്ട് ക്യാൻ ബി ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ ഗ്രോത്ത് ആൻഡ് ലേണിംഗ്. ഓരോ പ്രശ്നം ഉണ്ടാകുമ്പോഴും അതിനകത്ത് നിന്ന് ഓരോ പാഠങ്ങൾ നമ്മൾ പഠിക്കണം. അതിനകത്തുനിന്ന് കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തത് കോൺസിക്വൻസസ് ഓഫ് ഓർഗനൈസേഷണൽ കോൺഫ്ലിക്റ്റ്. പോസിറ്റീവ് കോൺസിക്വൻസ് എന്തൊക്കെയാണ് ഇതിന്റെ പ്രയോജനങ്ങൾ അല്ലെ, അതിന്റെ ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണെന്നാണ് പറഞ്ഞത്. അത് പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട്. എന്തൊക്കെയാണ് പോസിറ്റീവ് ആയിട്ടുള്ളത്? ഫസ്റ്റ് വൺ, സ്റ്റിമുലേറ്റിംഗ് ചേഞ്ച്. നമുക്കൊരു ചേഞ്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും. Conflict act as a catalyst for change in organization. It brings attention to problem, highlighting the need for change. Conflict forces individual and group to understand the issue better and find solution. അതായത് കോൺഫ്ലിക്റ്റ് ഒരു കാറ്റലിസ്റ്റിനെ പോലെയാണ് ആക്ട് ചെയ്യുന്നത്. ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് ഇത് സഹായിക്കും. സോ അങ്ങനെ ഒരു സൊല്യൂഷൻ കിട്ടുമ്പോൾ, അതായത് ഇപ്പൊ എന്തെങ്കിലും നമുക്കൊരു വർക്ക് പ്രഷർ ഉണ്ട് അല്ലെങ്കിൽ വർക്ക് ലോഡ് കൂടുതലാണ്, അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാവുമ്പോഴാണ് നമ്മുടെ മാനേജേഴ്സ് അല്ലെങ്കിൽ ഹൈ ലെവൽ മാനേജ്മെന്റ് ഒക്കെ ഇത് ശ്രദ്ധിക്കുള്ളൂ. അപ്പൊ അതൊരു ചേഞ്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പൊ വർക്ക് പ്രഷർ ഇല്ലാതായി അല്ലെങ്കിൽ ഓവർലോഡ് കുറഞ്ഞു, എംപ്ലോയീസിനൊക്കെ നല്ലൊരു കൺവീനിയന്റ് ആയിട്ടുള്ള എൻവയോൺമെന്റ് കിട്ടുമ്പോൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തത് എൻകറേജിങ് ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നോവേഷൻ. When faced with conflict, group members become creative in finding different way to address the problem. അതായത് നമ്മളിപ്പോ ഒരു പ്രശ്നം വന്നു, അപ്പൊ അതിന്റെ ഗ്രൂപ്പ് മെമ്പേഴ്സ് എല്ലാം കൂടെ ഒന്ന് ചേർന്ന് ഡിസ്കസ് ചെയ്യും അതെങ്ങനെയാണ് ആ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നത്. So to address the problem, conflict stimulates their thinking process and can even lead to innovative ideas for improving policies and procedures. So conflict എന്ത് ചെയ്യും? അവരുടെ തിങ്കിങ് പ്രോസസ്സ് സ്റ്റിമുലേറ്റ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ പോളിസീസും പ്രൊസീജിയേഴ്സും ഒക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അടുത്തതാണ് സ്ട്രെങ്തനിങ് ഗ്രൂപ്പ് കൊഹഷൻ. ഇന്റർ ഗ്രൂപ്പ് കോൺഫ്ലിക്ട് ക്യാൻ ബ്രിങ് ഗ്രൂപ്പ് ക്ലോസർ ടുഗദർ. അതായത് ഇന്റർ ഗ്രൂപ്പ്, ഇപ്പൊ എ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്, ബി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്. ഇപ്പൊ ഇവർ തമ്മിൽ കോൺഫ്ലിക്റ്റ് ആണെങ്കിൽ ഈ എയിലുള്ള ആൾക്കാർ തമ്മിലുള്ളൊരു ആ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിന്റെ ആ ഒരു ബന്ധം ഭയങ്കര സ്ട്രോങ് ആവുക, റിലേഷൻഷിപ്പ്. അതുപോലെ തന്നെയാണ് ബിയിലുള്ള ആൾക്കാർ തമ്മിലുള്ള ആ ഇന്റേണൽ ആയിട്ടുള്ള ആ ഗ്രൂപ്പ് ഇൻഡിവിജ്വൽ റിലേഷൻ വളരെയധികം ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അതാണ് പറഞ്ഞിരിക്കുന്നത് സ്ട്രെങ്തനിങ് ഗ്രൂപ്പ് കൊഹഷൻ. എന്നിട്ട് എന്ത് ചെയ്യും? അവര് യുണൈറ്റ് ആയിട്ട് അവര് തമ്മിൽ നല്ലോണം കോപ്പറേറ്റ് ചെയ്യും. ദിസ് സോളിഡാരിറ്റി ഹെൽപ്പ് ദം ഫേസ് ദ ചലഞ്ച് പോസ്ഡ് ബൈ ദ കോൺഫ്ലിക്റ്റ്. അതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് തന്നെ കോൺഫ്ലിക്റ്റ് തീർക്കാനായിട്ട് സാധിക്കും. അടുത്തത് റിലീസിങ് ടെൻഷൻ. ടെൻഷൻ കുറയ്ക്കും. Conflict provides a healthy outlet for releasing pent-up tension and frustration. ടെൻഷൻ എന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും തുറന്ന് ഓപ്പൺ ആയിട്ട് എക്സ്പ്രസ് ചെയ്തു, അപ്പൊ പിന്നെ ആ ഫ്രസ്ട്രേഷന്റെയും ടെൻഷന്റെയും ഒന്നും ആവശ്യമില്ല. അപ്പൊ അത് കുറയ്ക്കാനായിട്ട് സഹായിക്കും. It allow individual to express their feeling, negotiate without harming the organization function. So അവരുടെ ഫീലിങ്സ് ഒക്കെ എക്സ്പ്രസ് ചെയ്തുകൊണ്ട് അത് പിന്നെ അത് മനസ്സിലിരുന്ന ഒരു പ്രശ്നമാവാതെ അത് ആ ഓർഗനൈസേഷന് നല്ലതിന് വേണ്ടിയിട്ട് മാറും. അതാണ് പോസിറ്റീവ് ആയിട്ടുള്ള കോൺസിക്വൻസ്. ഇനി അടുത്തത് ടെസ്റ്റിംഗ് എബിലിറ്റി. കോൺഫ്ലിക്ട് സെർവ് ആസ് എ ടെസ്റ്റ് ഓഫ് ഇൻഡിവിജ്വൽ ലേണിംഗ് ആൻഡ് ഗ്രോത്ത്. സക്സസ്ഫുൾ മാനേജിംഗ് കോൺഫ്ലിക്ട് ക്യാൻ ബൂസ്റ്റ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് മോട്ടിവേഷൻ. അതായത് അവർക്കൊരു ലേണിംഗും ഗ്രോത്തും ആണത് അല്ലെ. സക്സസ്ഫുൾ ആയിട്ട് ആ പ്രോബ്ലം റിസോൾവ് ചെയ്താൽ അവർക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരും, ഞാൻ ഈ പ്രശ്നം സോൾവ് ചെയ്തു, ഞാൻ പുതിയ ടെക്നിക്ക് യൂസ് ചെയ്തത് സോൾവ് ചെയ്തു എന്നൊക്കെ അവർക്ക് തന്നെ ഒരു കോൺഫിഡൻസ് എൻഹാൻസ് ചെയ്യും. അപ്പൊ ഇതൊക്കെയാണ് പോസിറ്റീവ്. ഏതൊക്കെയാണ്? സ്റ്റിമുലേറ്റിംഗ് ചേഞ്ച്, എൻകറേജിംഗ് ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നോവേഷൻ, സ്ട്രെങ്തനിങ് ഗ്രൂപ്പ് കൊഹഷൻ, റിലീസിംഗ് ടെൻഷൻ, ടെസ്റ്റിംഗ് എബിലിറ്റീസ്. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ പോസിറ്റീവ്. ഇനി അതിന്റെ നെഗറ്റീവ് എന്തൊക്കെയാണ്? അപ്സെറ്റിംഗ് ബാലൻസ്. ബാലൻസിന് പോവും. അതായത് ഇപ്പൊ വലിയൊരു പ്രശ്നം നടക്കുവാണ്, അപ്പൊ അവർക്ക് ഫുൾ അതിന്റെ കോൺസെൻട്രേഷൻ ആ കോൺഫ്ലിക്റ്റിലായിരിക്കും. ആ വർക്കിലുള്ള കോൺസെൻട്രേഷൻ അവർക്ക് കിട്ടില്ല. So conflict disrupt the balance within an organization. The energy spent on conflict can create imbalance between the contribution and rewards. അതായത് ഇവർക്ക് നല്ലോണം വർക്ക് ചെയ്ത് ഇവർ കോൺട്രിബ്യൂഷൻ ചെയ്തിട്ട് ഇവർക്ക് റിവാർഡ് കിട്ടുക, ആ ഒരു ബാലൻസ് തെറ്റിയിട്ട് ഇവരുടെ ഫുൾ എനർജിയും ആ കോൺഫ്ലിക്റ്റ് എങ്ങനെ പരിഹരിക്കാം അല്ലെങ്കിൽ ആ കോൺഫ്ലിക്റ്റിനെ പറ്റി ആയിരിക്കും. സോ അവിടെ ആ ഒരു കമ്പനിക്ക് ആ ഒരു ഡെവലപ്മെന്റോ ഗ്രോത്തോ സാധ്യമാകില്ല. ഇറ്റ് ക്യാൻ ഓൾസോ ക്രിയേറ്റ് ഹോസ്റ്റിലിറ്റി ബിറ്റ്വീൻ ഗ്രൂപ്പ്സ്. ആ ഗ്രൂപ്പ് തമ്മിലും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അടുത്തത് ഇൻക്രീസ്ഡ് ടെൻഷൻ ആൻഡ് സ്ട്രെസ്. ഈ ഒരു പ്രശ്നം ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ടെൻഷനും സ്ട്രെസ്സും ഒക്കെ വളരെയധികം കൂടുതലായിരിക്കും. സോ കോൺഫ്ലിക്ട് ജനറേറ്റ് ടെൻഷൻ ആൻഡ് സ്ട്രെസ് അഫക്റ്റിംഗ് ദ വെൽബീയിങ് ഓഫ് ദ ഇൻഡിവിജ്വൽസ്. അത് ആ ഇൻഡിവിജ്വൽസിനെ അഫക്ട് ചെയ്യാനും അവർക്ക് ആൻസൈറ്റി, ഗിൽറ്റ്, ഫ്രസ്ട്രേഷൻ ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി കോൺഫ്ലിക്ട് ക്യാൻ ഓൾസോ ലീവ് ലോസിംഗ് പാർട്ടി ഡിസാറ്റിസ്ഫൈഡ്. അതായത് ഇപ്പൊ നമുക്ക് ഇങ്ങനെ കോൺഫ്ലിക്ട് ഉണ്ടാകുമ്പോൾ ചില ക്ലയൻസ് ഒക്കെ ക്ലയൻസിന്റെ ഒക്കെ ക്ലയൻസ് ഉണ്ടാവാതിരിക്കാനും ക്ലയൻസിന് പ്രശ്നങ്ങൾ ഉണ്ടാവാനും ഒക്കെ ചാൻസ് ഉണ്ട്.
അടുത്തത് ഡൈവേർഷൻ ഓഫ് എനർജി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആ ഗോളിന് വേണ്ടി എല്ലാവരും നോക്കാതെ അവർ എന്ത് ചെയ്യും, ഈ കോൺഫ്ലിക്റ്റ് ആയിരിക്കും പിന്നെ അടുത്ത ഇത്. അപ്പൊ അതിനെ എങ്ങനെ സോൾവ് ചെയ്യാന്നാണ് ശ്രദ്ധിക്കുന്നത്. അപ്പൊ അവരുടെ ആ കോമൺ ഗോൾ അവർ മറന്നുപോയിട്ട് അവർ കോൺഫ്ലിക്റ്റിന് പുറകെ പോകും. സോ അവരുടെ എനർജി ഫുൾ ആ ഒരു കോൺഫ്ലിക്റ്റ് ജയിക്കാനും, പിന്നെ ചിലര് സെൽഫ് പൊസഷനുള്ള ആൾക്കാരൊക്കെ അവർ സ്വയമായിട്ടും ആ ഒരു എത്തിക്സ് ഒക്കെ മറന്ന് സ്വയമായിട്ട് എങ്ങനെ ജയിക്കാം എന്നുള്ള ആ ഒരു ഇതിലേക്ക് തോന്നലിലേക്ക് മാറും. അടുത്തത് റിജിഡിറ്റി. Conflict can result in stricter authority and responsibility relationship, making the organization structure more inflexible. Group become more focused on task and leadership become more directive. ഇപ്പൊ ചിലയിടത്ത് സ്ട്രിക്റ്റർ അതോറിറ്റി, അതായത് ഇപ്പൊ ഒന്നിച്ച് വർക്ക് ചെയ്യുമ്പോൾ ചിലർക്ക് ചില എക്സംഷൻസ് ഒക്കെ കൊടുക്കും. ആ എക്സംഷൻസ് ഒക്കെ മാറ്റി വെച്ചിട്ട് ചിലർ എന്ത് ചെയ്യും, ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പം ആ അതോറിറ്റിക്ക് എന്ത് പറ്റും, അവർ സ്ട്രിക്റ്റ് ആയിട്ട് ബിഹേവ് ചെയ്യും. ഇപ്പം ചിലര് വർക്കിന്റെ കാര്യത്തിൽ ഭയങ്കര എഫിഷ്യന്റ് ആയിരിക്കും, ചിലർ നേരത്തെ പോകും, ചിലർ വൈകി വരും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ എല്ലാം സ്ട്രിക്റ്റ് ആക്കും, അല്ലെ? നിങ്ങൾ കറക്റ്റ് ടൈമിൽ വരണം, കറക്റ്റ് ടൈമിൽ പോകണം, ഇന്ന വർക്ക് ചെയ്യണം. അവിടെ ആ എക്സംഷൻസിന്റെ ആ ഒരു ഇതങ്ങ് പോയിട്ട് എല്ലാവരും ആ അതോറിറ്റി അവരെ അല്ലെങ്കിൽ ആ മാനേജർ എല്ലാം സ്ട്രിക്റ്റ് ആക്കും. സോ അതാണ് പറഞ്ഞിരിക്കുന്നത്, സ്ട്രിക്റ്റർ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ്. ഓരോ റിലേഷൻഷിപ്പും അവർ ഇന്ന കാര്യങ്ങൾ അതിനകത്ത് കൊണ്ടുവരും, അതെല്ലാം സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാനായിട്ട് നോക്കും. അപ്പം ഏതൊക്കെയാണ് അപ്സെറ്റിംഗ് ബാലൻസ്, ഇൻക്രീസ്ഡ് ടെൻഷൻ ആൻഡ് സ്ട്രെസ്, ഡൈവേർഷൻ ഓഫ് എനർജി, റിജിഡിറ്റി. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ നെഗറ്റീവ് കോൺസിക്വൻസസ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മാനേജിങ് കോൺഫ്ലിക്റ്റ് എന്നുള്ള ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തത്. സോ എന്താണ് മാനേജിങ് കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ ഹൗ ടു ഹാൻഡിൽ ഡിസഗ്രിമെന്റ്സ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഈ ഡിസഗ്രിമെന്റ്സിനെ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കുറെ ഹാൻഡിൽ ചെയ്യാനുള്ള സ്റ്റൈൽസ് പഠിച്ചു. കോമ്പീറ്റിംഗ് പറഞ്ഞു, കോംപ്രമൈസിങ് പറഞ്ഞു, അക്കോമഡേറ്റിംഗ് പറഞ്ഞു, അവോയ്ഡിങ് പറഞ്ഞു, അങ്ങനെയുള്ള കുറച്ച് ടെക്നിക്സ് അല്ലെങ്കിൽ സ്റ്റൈൽസ് പറഞ്ഞു. നമ്മൾ ആദ്യം ആ പ്രോബ്ലം അണ്ടർസ്റ്റാൻഡ് ചെയ്യുക അല്ലെങ്കിൽ മനസ്സിലാക്കുക, എന്നിട്ട് അതിന്റെ സിറ്റുവേഷൻ അനുസരിച്ച് ഏതെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് സ്റ്റൈൽ യൂസ് ചെയ്യുക, എന്നിട്ട് അതിനെ റിസോൾവ് ചെയ്യുക. ഇനി മാനേജിംഗ് കോൺഫ്ലിക്റ്റിന്റെ നെഗറ്റീവ് കോൺസിക്വൻസും പോസിറ്റീവ് കോൺസിക്വൻസും ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. വിത്ത് ദിസ് ഐ ആം കൺക്ലൂഡിംഗ് ദി സെഷൻ. താങ്ക് യു. കീപ് വാച്ചിങ് വൺസ്.